ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഹമാസ്. 6 ആഴ്ചത്തെ വെടിനിർത്തലാണ് മധ്യസ്ഥരായി ഈജിപ്ത് വഴി ഇസ്രായേൽ മുന്നോട്ട് വച്ചത്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്ന വ്യവസ്ഥയിൽ ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിക്കാത്തത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഹമാസ് ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അത് തള്ളും, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം, വെടിനിർത്തൽ നിർദ്ദേശം പൂർണ്ണമായും തള്ളും എന്നൊരു നിലപാടായിരുന്നു ഇന്നലെ തന്നെ ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്തത്. അക്കാര്യം ഹമാസിന്റെ വക്താക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും ഈ പ്രപ്പോസലിനെ തള്ളുന്നു എന്ന നിലപാട് കൃത്യമായി അറിയിക്കുകയാണ് ഹമാസ്. ഈ നിലപാട്, അതായത് നേരത്തെ ഗോപിക സൂചിപ്പിച്ചതുപോലെ 6 ആഴ്ച വെടിനിർത്തലിനുള്ള ഒരു ധാരണ നടപ്പാക്കുന്നതിനെ ഒരു കണ്ടീഷനായി, അല്ലെങ്കിൽ ഒരു മുൻവിധിയായി മുന്നോട്ട് വെച്ച ഒരു ധാരണ പ്രകാരം, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ പ്രകാരം ഈ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം. ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതുപോലെ ഹമാസിനെ നിരായുധീകരിക്കണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്ന ഒരു നിലപാട്. മറ്റൊരു പ്രധാന വിഷയം ഹമാസ് എടുത്തു പറയുന്നത്, ഹമാസ് ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഒരു സാങ്കേതിക വിദഗ്ധരുടെ സമിതിയെ ഏൽപ്പിക്കാനും ഗാസയെ ഏൽപ്പിക്കാൻ തയ്യാറാണ്, അവിടെ നിന്ന് പിന്മാറാനും തയ്യാറാണ്, സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സമിതിയെ ഏൽപ്പിക്കാൻ തയ്യാറാണ് എന്ന നിലപാട് അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാതെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നൊരു നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, തുടർച്ചയായ ആക്രമണങ്ങളും അത്തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്ന ഒരു സംവിധാനം, ഒരു മിലീഷ്യ എന്ന നിലയ്ക്ക് ഇനിയും ഹമാസിനെ തുടരാൻ അനുവദിച്ചാൽ അത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നൊരു നിലപാട് നേരത്തെ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നീക്കം ഉണ്ടാവുകയും ഈജിപ്റ്റ് വഴി ഒരു മധ്യസ്ഥ ധാരണയ്ക്കുള്ള ഡ്രാഫ്റ്റ് നൽകുകയും ചെയ്തത്. ഈ ഡ്രാഫ്റ്റിലെ പ്രധാന വ്യവസ്ഥ അംഗീകരിക്കില്ല എന്ന ഹമാസിന്റെ നിലപാട് പുറത്തു വരുന്നതോടെ സമാധാനം ഇനിയും അകലെ എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഗോപിക, ഐസനാണ് വിവരങ്ങൾ നൽകിയത്.